ഡോളറിനെ തഴഞ്ഞാൽ വിവരമറിയും. പറയുന്നത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീഷണി നൽകിയിരിക്കുന്നത് ഇന്ത്യയോടും ചൈനയോടും റഷ്യയോടുമൊക്കെയാണ്. ഇന്ത്യ, ചൈന, റഷ്യ, ബ്രിക്സ് രാജ്യങ്ങൾ അടങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങളോടാണ് ഈ ഭീഷണി അദ്ദേഹം ഉയർത്തിയത്. 2009 രൂപീകൃതമായ ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു സംഘടനയല്ല. ലോകത്തിലെ ഏതാണ്ട് പകുതിയോളം ജനസംഖ്യയും ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് 25%-ലധികമൊക്കെ വരുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതായത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മാത്രമായി ഒരു വിനിമയ കറൻസി രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വിനിമയ കറൻസി എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ പേയ്മെന്റ് സിസ്റ്റം, അതായത് നമ്മളിവിടെ ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത് പോലെ ഈ രാജ്യങ്ങൾക്ക് പൊതുവായി ഒരു പേയ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ആവശ്യവും ചർച്ച ചെയ്തു. ഈ ചർച്ച തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അമേരിക്കൻ ഡോളറിന് ബദലായി മറ്റൊരു കറൻസി ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നു വന്നാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുക അമേരിക്കയ്ക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭീഷണി വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അദ്ദേഹം വളരെ ശക്തമായ ഒരു നയപ്രഖ്യാപനവും നടത്തി. ആ നയം ഇതാണ്. അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഒരു കറൻസി രൂപപ്പെടുത്തുകയോ മറ്റൊരു വിനിമയ കറൻസി സ്വീകരിക്കുകയോ ചെയ്താൽ തങ്ങൾ അതിനെ തടയാൻ പോകുന്നത് 100% ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 100% ചുങ്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാധനങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ചാൽ അവയ്ക്ക് മുകളിൽ 100% ചുങ്കം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളുടെ വില നമുക്ക് കയറ്റുമതി അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള കയറ്റുമതി വളരെ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. നമ്മളെ മാത്രമല്ല, റഷ്യ ആയാലും ചൈന ആയാലും ഇന്ത്യ ആയാലും ബാധിക്കും. എന്നാലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനം എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു ലിബറൽ എക്കണോമിക് നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും എതിരെ 100% ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് എത്ര നാൾ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാകും എന്നുള്ള ചോദ്യമൊക്കെ മുന്നിലുണ്ട്. പക്ഷെ എങ്കിലും താൽക്കാലികമായെങ്കിലും ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു തിരിച്ചടി നൽകുവാനാണ് ഈ തീരുമാനത്തിലൂടെ, അതായത് ഏതെങ്കിലും കാരണവശാൽ ഒരു ബദൽ കറൻസിയുടെ നീക്കം അന്തർദേശീയ സാമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായി വന്നാൽ, ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായി വന്നാൽ അത് അമേരിക്കയെ ബാധിക്കും. ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് കാരണമുണ്ട്. റഷ്യയാണ് ഈ നിർദ്ദേശം ആദ്യം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. അത് കാരണം അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഉപരോധങ്ങളാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിൽ മാറി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിൽ മാറി ചിന്തിക്കുമ്പോൾ ധാരാളം പ്രയോജനം അല്ലെങ്കിൽ ഗുണം വന്നിട്ടുണ്ട്. ഇപ്പം സൗദി അറേബ്യ തന്നെ അമേരിക്കയുമായിട്ട് 50 വർഷമായിട്ടുള്ള ഒരു $1 ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ നിന്ന് സൗദി അറേബ്യയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇനി അവരത് പുതുക്കില്ല എന്ന് പറഞ്ഞേക്കാണ്. 50 വർഷമായിട്ടുള്ള ഒരു കരാറാണത്. അതായത് അവർ നടത്തുന്ന ഓയിൽ വിനിമയങ്ങളെല്ലാം ഡോളറിലാകാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. അതിൽ നിന്ന് അവർ പിന്മാറുകയാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒരു ബദൽ കറൻസി ഉണ്ടായി വന്നാൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്ന് പറയുന്ന അമേരിക്ക അതിനെ തടയാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ ഒരൊറ്റ പ്രഖ്യാപനം വന്നതേ ഉള്ളൂ ഇന്ത്യയുടെ അല്ലെങ്കിൽ രൂപയുടെ മൂല്യം താഴേക്ക് പോയി എന്നുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പരിശോധിച്ചാൽ, 1-2 ദിവസമായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ 1-2-3 ദിവസത്തേക്ക് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഭീഷണി അദ്ദേഹം മുഴക്കുന്നതിനുള്ള കാരണം അദ്ദേഹം കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ബദൽ കറൻസിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ബദൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്കൊക്കെ പോയാൽ അമേരിക്കൻ വിപണിയെ കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇപ്പൊ റഷ്യയും അതുപോലെ തന്നെ ഇന്ത്യയും തുടക്കത്തിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞു, ഇല്ല അങ്ങനെ ഒരു കറൻസി സിസ്റ്റത്തെ കുറിച്ചൊന്നും തൽക്കാലം ആലോചന ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ പോകില്ല എന്ന് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഏറെ നാളുകളായി ഈ ചർച്ച നിലവിലുണ്ട് എന്നുള്ളതാണ്. ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണത്. അത് ഡോളറിന്റെ അമിതമായി നമ്മൾ ഡോളറിനെ ഒരു കറൻസിയായി ആശ്രയിക്കുന്നത് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലയിടത്തും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റഷ്യയുമായിട്ടുള്ള ഓയിലിന്റെ ഇടപാട് നോക്കുകയാണെങ്കിൽ റൂബിൾ ട്രേഡിലേക്ക് പോകണം. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിനുള്ള ബദൽ മാർഗങ്ങൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ചില ഘടകങ്ങളാണ്.
എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും ആശ്വാസകരമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ ഭീഷണി എത്രത്തോളം വില പോകും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ ചില തിരിച്ചടികൾ ഇന്ത്യ, റഷ്യ, ചൈനയ്ക്ക് ഉണ്ടാകുമെങ്കിലും ഒരുപക്ഷെ ബദൽ ശ്രേണിയിലേക്ക് നമ്മുടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ പോയാൽ അത് വലിയ തിരിച്ചടിയിലേക്കായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പോവുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ ചുങ്കം 100% ചുങ്കം ഏർപ്പെടുത്തും എന്നൊക്കെയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ഒരു ഗിമ്മിക്കായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രായോഗികമല്ല എന്നുള്ളതാണ്. പക്ഷെ ചെറിയ ചില തിരിച്ചടികൾ നേരിടാം. പക്ഷെ ഇന്ത്യക്ക് ഭീഷണി വരും. ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത് സ്വർണത്തിലല്ല, ഡോളറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ വന്നാൽ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പ്രതികൂലമാകാവുന്ന തരത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ള ചില സൂചനകളുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ പോലും അന്തിമമായി അത് അമേരിക്കയ്ക്ക് എതിരായി മാറും എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ട്രംപിന്റെ ഭീഷണി എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തുടക്കത്തിൽ ഈ ഭീഷണി വന്ന ഉടനെ തന്നെ ഇന്ത്യയും റഷ്യയും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ എന്തായാലും അങ്ങനെ ഒരു ബദൽ കറൻസി നീക്കത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളത്. പക്ഷേ അവരാരും ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതിനെ നിരാകരിക്കുന്നതും ഇല്ല. മാത്രമല്ല ബ്രിക്സ് പേ എന്നുള്ള തരത്തിൽ ഒരു ബ്രിക്സ് പേയ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മുടെ ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയുടെ നമുക്ക് തന്നെ UPI ഇന്ത്യക്കുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്രിക്സ് ഇതിനോടകം തന്നെ ആലോചിച്ചിട്ടുണ്ട്. ബ്രിക്സ് അത്ര നിസ്സാരനല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളവും ലോക ട്രേഡിന്റെ വ്യാപാരത്തിന്റെ ഏതാണ്ട് 25% ഒക്കെ നടക്കുന്നത് ഈ രാജ്യങ്ങളിലൂടെയാണ്. മാത്രമല്ല ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള രാജ്യങ്ങളാണ് ബ്രസീൽ, ഇന്ത്യ, ചൈന, റഷ്യ, അതിലേക്ക് സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അതുപോലെ തന്നെ UAE വന്നിട്ടുണ്ട്, ഇറാൻ വന്നിട്ടുണ്ട്, ഈജിപ്റ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണത്. ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ. മാത്രമല്ല വരാൻ പോകുന്ന നൂറ്റാണ്ടിൽ ഈ വരാൻ പോകുന്ന ലോക സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും നിർണായകമായ പങ്ക് വഹിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇവയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോളറിന് ബദലായി ഒരു കറൻസി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന് ബദലായിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റത്തിലേക്കോ പോയാൽ അമേരിക്കൻ വിപണിയെ മറന്നേക്കുക എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് അമേരിക്കൻ താല്പര്യത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതെങ്കിലും ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ തിരിച്ചടികൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. കാരണം സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം യൂറോപ്പ് എടുത്തു നോക്കിയാലും ചില പ്രദേശങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അത്ര സേഫ് ആയിട്ടല്ല സമ്പദ് വ്യവസ്ഥ പോകുന്നത്. ഇൻസ്റ്റബിലിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവന്നാൽ അത് ഈ നമ്മളിപ്പം സെൻസെക്സ് എടുത്തു നോക്കിയാലും എക്സ്ചേഞ്ച് എടുത്തു നോക്കിയാലും ഇവിടെയൊക്കെ പലതരത്തിലുള്ള വിപണിയിൽ വലിയ തരത്തിലുള്ള വീഴ്ചകളും ഉയർച്ചകളും ഒക്കെ നമുക്ക് കാണാം. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയും റഷ്യയെ പോലെയും ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ അമേരിക്കൻ വിപണിയെ പൂർണ്ണമായും അല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും 100% ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേൾഡ് ട്രേഡ് എഗ്രിമെന്റും WTAയും അതുപോലുള്ള ഉടമ്പടികളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായി കഴിയുമോ എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ സാമ്പത്തിക വിദഗ്ധർ ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അമേരിക്കയുടെ നയത്തിന് പൂർണ്ണമായും അവർ അങ്ങനെ ഒരു 100% ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രമായി പോകാമെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അപകടമായ ഒരു തീരുമാനമായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും അവരുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ളതാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും പ്രതികൂലമായ ഒരു കാലാവസ്ഥ അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള റഷ്യയെ പോലെയുള്ള ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഒരു പൊതു പേയ്മെന്റ് സിസ്റ്റം ബ്രിക്സിലൂടെ ഉണ്ടാക്കിയെടുത്താൽ അത് ഏറ്റവും വലിയ നേട്ടം മാത്രമല്ല, ഈ വലിയ ഫ്ലക്ച്വേഷൻ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വലിയ അസ്ഥിരത ഏറെക്കുറെ ഇല്ലാതാക്കി കൊണ്ടുവരുന്നതിനും ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ എങ്കിലും ചുരുങ്ങിയ പക്ഷം ഒരു സാമ്പത്തിക സ്ഥിരതാവസ്ഥ ഉണ്ടാക്കുന്നതിനും കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യങ്ങൾ അങ്ങനെ ആലോചിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിൽ നമ്മളിതൊക്കെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പൊതു പേയ്മെന്റ് ആപ്പ് സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ബ്രിക്സ് പേ എന്നുള്ള തരത്തിലുള്ള പേയ്മെന്റ് ആപ്പ് സിസ്റ്റം വരുന്നത് പോലെ നേരത്തെ അവർ ഇതിന്റെ ഭാഗമായിട്ട് ബ്രിക്സ് ബാങ്ക് ഉണ്ടാക്കിയിരുന്നു. ബ്രിക്സ് ബാങ്കിൽ നിന്ന് അന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു ബദൽ, അതായത് അമേരിക്കയുടെ IMF-നും വേൾഡ് ബാങ്കിനും ഒക്കെ ഒരു ബദലായിട്ടുള്ള വേറൊരു സംഘടനയാണ് ഇത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ചകൾ വ്യാപകമായി നടന്നതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഈ വലിയ പ്രഖ്യാപനം, അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെ തഴഞ്ഞാൽ ഈ ഇതര കറൻസികളുമായി മുന്നേറിയാൽ അല്ലെങ്കിൽ അതൊരു വിനിമയ മാർഗമായി സ്വീകരിച്ചാൽ
നിങ്ങൾ വലിയ തിരിച്ചടി വേടേണ്ടി വരും, അമേരിക്കൻ വിപണി പിന്നെ മറന്നേക്കൂ, നിങ്ങൾ 100% ചുങ്കത്തെ നേരിടേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഭീഷണിയുമായി ഈ ലോക സമ്പദ് വ്യവസ്ഥ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാതോർക്കുകയാണ് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് നിയുക്ത പ്രസിഡന്റ്, ഇതിന് ഒരു പക്ഷേ അമേരിക്കയെ ഇതിനെ ചൊടിപ്പിക്കുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 വർഷമായി സൗദി അറേബ്യ ആയിട്ടുണ്ടായിരുന്ന ഒരു കരാർ, ആ കരാർ എന്ന് പറയുന്നത് അവരുടെ പെട്രോ ഡോളർ കരാറാണ്. അവരുടെ ഓയിൽ ഒക്കെ വിനിമയം നടത്തുമ്പോൾ അത് ഡോളറിൽ നടത്താമെന്നുള്ളൊരു കരാറാണ്. അതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയൊക്കെ റൂബിൾ ട്രേഡിൽ വ്യാപാരം നടത്തി ഓയിലിൽ ധാരാളം നേട്ടം ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഉക്രൈൻ ക്രൈസിസിന്റെ ഒക്കെ സമയത്ത് നമ്മളത് കണ്ടതാണ്. യൂറോപ്പ് അമേരിക്കയൊക്കെ അതിനെ തടഞ്ഞുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി വളരെ കൃത്യമായി ജയശങ്കർ ചോദിച്ചത് ഇത് യൂറോപ്പിനാകാമെങ്കിൽ ഞങ്ങൾക്കും ആകാം. യൂറോപ്പാണ് ഈ ട്രേഡ് റഷ്യയായിട്ട് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പ്രഖ്യാപനം, പ്രത്യേകിച്ച് ഡോളറിനെ നിങ്ങൾ തഴഞ്ഞാൽ വിവരമറിയുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അത്ര കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ വലിയ റിപ്പിൾസ് അല്ലെങ്കിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത് കഴിയുമെങ്കിലും ഇന്ത്യയും റഷ്യയും ചൈനയും ഇതര ബ്രിക്സ് രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് സുസ്ഥിരമായൊരു കറൻസി രൂപപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ പെട്ടെന്ന് ചില തിരിച്ചടികൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അത് അവരെ ബാധിക്കും, ഇന്ത്യയും പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടായാൽ ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുള്ള തിരിച്ചടികൾക്ക് നമ്മൾ എത്രത്തോളം പാകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനെ മറികടക്കാനായാൽ തീർച്ചയായിട്ടും ഈ പ്രസ്താവന കാര്യമായി എടുക്കേണ്ടതില്ല. പക്ഷെ സമ്പദ് വ്യവസ്ഥയിൽ പെട്ടെന്ന് ചില ഫ്ലക്ച്വേഷൻസിന് മാറ്റങ്ങൾക്ക് ഇത് വഴിതെളിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ റുപ്പിയുടെ വില താഴേക്ക് പോയേക്കാം, റൂബിളിന്റെ വില താഴേക്ക് പോയേക്കാം. പക്ഷേ നമ്മളൊരു കോമൺ കറൻസിയിലേക്ക് വന്നാൽ, ബ്രിക്സ് കറൻസിയിലേക്ക് വന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നൊക്കെയുള്ള ചില തർക്കങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ എങ്കിലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബദലായ ഒരു സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെട്ടു വരുന്നു എന്നുള്ള കാര്യം നാം മറന്നുകൂടാ. പ്രത്യേകിച്ച് റഷ്യയുടെ യുക്രൈൻ വാറിന്റെ സമയത്ത് റഷ്യയ്ക്ക് മുകളിൽ വൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അപ്പം റഷ്യ ഈ റുപ്പി അല്ലെങ്കിൽ ബ്രിക്സ് പേ എന്നൊക്കെ പറയുന്ന ഒരു ന്യായമുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ വാണിജ്യത്തെ മുഴുവൻ നമ്മൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഡോളറിൽ വിനിമയം നടത്താവുന്ന എല്ലാ സാഹചര്യങ്ങളും തടഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിലനിന്നേ പറ്റൂ. അതുകൊണ്ട് റഷ്യയെ പോലുള്ള രാജ്യങ്ങൾ ഇതര കറൻസികൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഇന്ത്യക്കോ ചൈനയ്ക്കോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമേ ചെയ്യൂ. അതുകൊണ്ട് ഈ പ്രസ്താവന മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പിന്മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ബ്രിക്സിൽ നടത്തിയിട്ടുള്ള ഈ ചർച്ചകൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് വരും കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇത് നിർണായകമായൊരു ചർച്ചയ്ക്ക് വഴിതെളിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഡോളർ ആയിരിക്കുമോ, അതോ ബ്രിക്സ് രാജ്യങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്ന കോമൺ കറൻസി ആയിരിക്കുമോ, അതോ ഇന്ത്യ റഷ്യ ചൈന ത്രികക്ഷി സഖ്യം രൂപപ്പെടുത്തുന്ന ഏതെങ്കിലും മറ്റു തരത്തിലുള്ള പേയ്മെന്റ് സിസ്റ്റമോ കറൻസിയോ ആയിരിക്കുമോ, അതോ ഈ ബ്രിക്സ് വിപണിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ മുഴുവൻ കറൻസിയെയും എടുത്തുകൊണ്ട് അതിന്റെ ഒരു ആവറേജ് എടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ സംവിധാനമായിരിക്കുമോ വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന നിർണായകമായ ലോക സമ്പദ് വ്യവസ്ഥയിലെ നിർണായകമായ തീരുമാനമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം.